ഈശ്വര സൃഷ്ടിയാൽ മാതൃകയാൽ ഈശ്വര ചൈതന്യം ജീവാമൃതം ഈ പ്രപഞ്ചത്തിലെ സ്നേഹാമൃതം നിറയട്ടെ നിറഞ്ഞൊഴുകിയിടട്ടെ മാനവ ഹൃദയ നിലങ്ങളിലെന്നും ഈശ്വര ചൈതന്യം ജീവാമൃതം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റും ITU ബാങ്ക് ഡയറക്ടറും സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ജോയിന്റ് കൺവീനറുമായ ശ്രീ ഷാജു പാറക്കടനെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇരിഞ്ഞാലക്കുട കത്തീഡ്രൽ AKCCയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന പ്രഥമ ബിഷപ്പ് മാർ ജെയിംസ് പ്രയാറ്റി മെമ്മോറിയൽ രണ്ടാമത് അഖില കേരള സെവൻസ് ഫുട്ബോൾ മത്സരത്തിൻ്റെ ഒരാഴ്ചക്കാലം നീണ്ടുന്ന കലാശ പോരാട്ടത്തിന് ഇന്ന് പരിസമാപ്തി കുറിക്കുകയാണ്. ഇന്നിവിടെ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് ഓർബിറ്റ് പഞ്ചവടിയും മലപ്പുറം, അതുപോലെ തന്നെ സുകന്യ ട്രാവൽ ബേസിക് പെരുമ്പാവൂരും തമ്മിലാണ് ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. ഇവിടെ എത്തിയ എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്ന കർത്തവ്യത്തിൽ നടക്കട്ടെ. ഇന്നത്തെ ഈ ഉദ്ഘാടന വേദിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് AKCCയുടെ പ്രസിഡന്റും AKCCയെ വളരെ ധീരമായി നയിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ രഞ്ജി അക്കരക്കാരനെ ഏറെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന കത്തീഡ്രൽ വികാരിയും AKCCയുടെ ഡയറക്ടറുമായ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ പ്രോത്സാഹനവും തന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കത്തീഡ്രൽ വികാരി റവറൻഡ് ഡോക്ടർ ഫാദർ ലാസർ കുറ്റിക്കാടിനെ ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ നഗരസഭാധ്യക്ഷ ശ്രീമതി മേരിക്കുട്ടി ജോയിയെ ഏറെ ബഹുമാനത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇവിടെ ആദരിക്കപ്പെടുന്ന 3 വ്യക്തിത്വങ്ങളാണ്. മുൻ സന്തോഷ് ട്രോഫി താരം ശ്രീ NK ഇട്ടി മാത്യു, കേരളത്തിന് വേണ്ടി സന്തോഷ് ട്രോഫി ആദ്യം നേടിയ ടീമിൽ അംഗമായിരുന്ന ശ്രീ NK ഇട്ടി മാത്യുവിനെ ഏറെ ബഹുമാനത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അവന്തി മോട്ടോർ വർക്ക്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ MDയും ഈ ടൂർണമെന്റിന് ഫസ്റ്റ് പ്രൈസ് സ്പോൺസർ ചെയ്ത ശ്രീ ഡേവിസ് ആന്റണി അക്കരക്കാരനെ ഏറെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഗ്ലോബൽ മറൈൻ സപ്ലൈകോ MD ശ്രീ അജയ് ജോസഫിനെ ഏറെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള ശ്രീ ടെൽസൺ കോട്ടോളിയെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ടൂർണമെന്റിന്റെ സംഘാടക സമിതി ചെയർമാൻ, കൗൺസിലറും മുൻ വൈസ് ചെയർമാനുമായ ശ്രീ PT ജോർജ് അവറുകളെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി AKCCയുടെ ട്രഷറർ ശ്രീ വിൻസെന്റ് കോമ്പാറക്കാരനെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. AKCCയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ജോസ് മാമ്പിളിയെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ടൂർണമെന്റ് ജോയിന്റ് കൺവീനറായ ജോബി അക്കരക്കാരെയും ശ്രീ വർഗീസ് ജോണിനെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ടൂർണമെന്റിന്റെ വിജയത്തിനായി അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ടൂർണമെന്റിന്റെ ജനറൽ കൺവീനർ ഷാജു അബ്രഹാം കണ്ണകുളത്തിയെ ഏറെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ AKC ഭാരവാഹികളെയും AKCC അംഗങ്ങളെയും അതുപോലെ നല്ലവരായ നാട്ടുകാരെയും മാധ്യമ പ്രവർത്തകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അനുഗ്രഹ പ്രഭാഷണത്തിനായി കത്തീഡ്രൽ വികാരിയും കത്തീഡ്രൽ AKCCയുടെ ഡയറക്ടറുമായ ഫാദർ ലാസർ കുറ്റിക്കാടനച്ചനെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇരിഞ്ഞാലക്കുട കത്തീഡ്രൽ AKCCയുടെ ആഭിമുഖ്യത്തിൽ മാർ ജെയിംസ് പ്രയാറ്റിൽ മെമ്മോറിയൽ രണ്ടാമത് അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ സമാപന ദിനമായ ഇന്ന്
ഉദ്ഘാടന യോഗത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി മേരിക്കുട്ടി ജോയ്, AKCCയുടെ പ്രസിഡന്റ് ശ്രീ രഞ്ജി അക്കരക്കാരൻ, ടൂർണമെന്റ് ജോയിന്റ് കൺവീനർ ഷാജു പാറക്കാടൻ, പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീ ടെൽസൺ കോട്ടോളി, മുൻ സന്തോഷ് ട്രോഫി താരം ശ്രീ NK ഇട്ടി മാത്യു, MD അവന്തി മോട്ടോർ വർക്കേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ശ്രീ ഡേവിസ് ആന്റണി അക്കരക്കാരൻ, MD ഗ്ലോബൽ മറൈൻ സപ്ലൈ CEO ശ്രീ അജയ് ജോസഫ്, ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷൻ SHO ശ്രീ ഷാജൻ, സംഘാടക സമിതി ചെയർമാൻ ശ്രീ PT ജോർജ്, ട്രഷറർ AKCC ശ്രീ വിൻസെന്റ് കൊമ്പാറക്കാരൻ, വൈസ് പ്രസിഡന്റ് AKCC ശ്രീ ജോസ് മാമ്പള്ളി, ടൂർണമെന്റ് ജോയിന്റ് കൺവീനർ ശ്രീ ജോബി കരക്കാരൻ, ടൂർണമെന്റ് ജോയിന്റ് കൺവീനർ ശ്രീ വർഗീസ് ജോൺ, ടൂർണമെന്റ് ജനറൽ കൺവീനർ ശ്രീ ഷാജു അബ്രഹാം കണ്ണുകൊളുത്തി, കായിക താരങ്ങളെ, കായിക പ്രേമികളെ, നല്ലവരായ ഇരിഞ്ഞാലക്കുട പരിസര പ്രദേശങ്ങളിൽ നിന്നും എത്തിയിരിക്കുന്ന പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ഇരിഞ്ഞാലക്കുടയുടെ അഭിമാനത്തിൻ്റെ ഒരു മുഹൂർത്തമാണ്. ഇരിഞ്ഞാലക്കുട ദേശത്തിൻ്റെ ഐക്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഒരു മനോഹര മുഹൂർത്തമാണ്. നമ്മുടെ ഇരിഞ്ഞാലക്കുട രൂപതയുടെ പ്രഥമ മെത്രാനായിരുന്ന മാർ ജെയിംസ് പഴയാറ്റിൽ പിതാവിൻ്റെ ഓർമ്മയുടെ മുമ്പിൽ 7 ദിനങ്ങൾ നമ്മൾ ചെലവിടുകയായിരുന്നു. അഭിമന്യ പിതാവ് നമ്മുടെ ദേശത്തിന് വേണ്ടി, നമ്മുടെ സംസ്കാരത്തിന് വേണ്ടി, നമ്മുടെ മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്തു തന്ന ഒട്ടനവധിയായിട്ടുള്ള സത്കർമ്മങ്ങളെ നാം ഓർക്കുന്ന ഒരു സുദിനം. തീർച്ചയായും ഗുരുതുല്യനായിട്ടുള്ള മാർ ജെയിംസ് പഴയാറ്റിൽ പിതാവിൻ്റെ അനുസ്മരണാർത്ഥം നാം കഴിഞ്ഞ വർഷം തുടങ്ങിവെച്ച അനുഗ്രഹിക്കപ്പെട്ട എല്ലാ മനസ്സുകളെയും സന്തോഷിപ്പിക്കുന്ന, ആനന്ദിപ്പിക്കുന്ന ഒരു പരിപാടി ആണ് ഫുട്ബോൾ സെവൻസ് ടൂർണമെന്റ്. കഴിഞ്ഞ വർഷം നമ്മൾ തുടങ്ങിയപ്പോൾ കാലാവസ്ഥ നമുക്ക് അത്ര അനുകൂലമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം സംഘടിപ്പിച്ച ആ സമയത്തിൽ നിന്നും അല്പം മുൻപോട്ട് മാറ്റി നല്ലൊരു കാലാവസ്ഥ ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവാനുഗ്രഹം യാചിച്ചുകൊണ്ട് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ തുടങ്ങിയതാണ്. കഴിഞ്ഞ ഞായറാഴ്ച തുടങ്ങുമ്പോൾ തലേ ദിവസം അതിശക്തമായ മഴ നമ്മുടെ ഇരിഞ്ഞാലക്കുട പെയ്യുന്നുണ്ടായിരുന്നു. അന്ന് ഈശ്വരനോട്, നമ്മളെയൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നമ്മുടെയൊക്കെ സന്തോഷം കാക്ഷിക്കുന്ന നല്ല ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു എല്ലാവരും നല്ല കാലാവസ്ഥ തരണമെന്ന്. ഇന്ന് വരെ, കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഇന്ന് വരെ പരിസര പ്രദേശങ്ങളിലൊക്കെ മഴ പെയ്തെങ്കിലും നമുക്ക് അനുകൂലമായ കാലാവസ്ഥ തന്ന നല്ല തമ്പുരാന് ഞാൻ ആദ്യമേ തന്നെ കൃതജ്ഞതയുടെ കൂപ്പുകൈ നൽകുകയാണ്. ഈ AKCCയുടെ പ്രവർത്തനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം സാമൂഹികവും സാംസ്കാരികവും കലാപരവുമായിട്ടുള്ള രംഗങ്ങളിൽ അവരുടെ കയ്യൊപ്പ് ചാർത്തണം. അത് ജനസമൂഹത്തിന്, നാടിന്, ദേശത്തിന് ഉപകാരമാകണം. അങ്ങനെ ഒരു സംഘടന പ്രവർത്തിക്കുന്നത് വഴി എന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ നിന്ന് ഇരിഞ്ഞാലക്കുട കത്തീഡ്രൽ AKCC അംഗങ്ങൾ തന്നെ അവരുടെ മനസ്സിൽ ഉദിച്ച ഒരാശയമാണ്
നമ്മുടെ ദേശത്തിന് നല്ല ഒരു കായിക സാംസ്കാരിക ഒരു പ്രോഗ്രാം സമൂഹത്തിന് സംഭാവനയായി നൽകണമെന്ന്. ഈ കാൽപന്ത് കളി എന്ന് പറയുന്നത് തന്നെ ഒരു സംസ്കാരത്തിൽ നിന്നും ഉത്ഭവിച്ചതാണെന്ന് നമുക്കറിയാം. അതിനാൽ അതേപോലെ തന്നെ ഒരു സംസ്കാരത്തെ പടുത്തുയർത്തുന്നതിൻ്റെ പിന്നിൽ അതിശക്തമായ സ്വാധീനം ചെലുത്തുന്ന ഒരു കളിയാണ് ഈ കാൽപന്ത് കളി. പ്രത്യേകിച്ച് കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു കളിയാണ് സെവൻസ്, ഫുട്ബോൾ സെവൻസ്. നമ്മുടെ മലബാർ ദേശങ്ങളിൽ, മധ്യ കേരളത്തിൽ നിന്ന് വടക്കോട്ടുള്ള ദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഈ ഫുട്ബോൾ സെവൻസ് എന്ന കളിയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈ കളി കളിച്ച് അതിൽ നിന്ന് ലോക പ്രശസ്തി നേടിയ കളിക്കാർ ഉണ്ട് എന്നുള്ളതാണ് ഈ കളിയുടെ മറ്റൊരു പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു കളി നമ്മുടെ ദേശത്തിന്, നമ്മുടെ നാടിന്, നഗരത്തിന് സംഭാവന ചെയ്ത AKCC സംഘടനയെയും AKCC പ്രവർത്തകരെയും അതിൻ്റെ ഭാരവാഹികളെയും അതിനായി സഹകരിച്ച, പ്രോത്സാഹിപ്പിച്ച എല്ലാ അഭ്യുദയകാംക്ഷികളെയും ഞാൻ ആദരവോടെ അവർക്ക് നന്ദിയും പ്രശംസയും അർപ്പിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് കളി കാണാനാണ് നമ്മളെല്ലാവരും വന്നിരിക്കുക. നമുക്ക് കളിയിലേക്ക് പ്രവേശിക്കാം. ഈ ഒരു സംവിധാനം, ഈ ഒരു മാമാങ്കം ഇവിടെ ഒരുക്കിയപ്പോൾ അതിൻ്റെ പുറകിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത നമ്മുടെ എല്ലാവരുടെയും ഒരുമ തന്നെയാണ്. അല്പസമയം വിനോദത്തിലൂടെ നമ്മുടെ ജീവിതത്തെ ഒന്ന് സന്തോഷിപ്പിക്കാൻ, ആനന്ദിപ്പിക്കാൻ, ആഹ്ലാദിപ്പിക്കാൻ, മാറി ഒന്ന് ചിന്തിക്കാൻ, നമ്മുടെ ഐക്യത്തെ ഊട്ടി ഉറപ്പിക്കാൻ കിട്ടുന്ന ഏറ്റവും നല്ല ഒരു മാധ്യമമാണ് സ്പോർട്സ്, കായിക രംഗം. പ്രത്യേകിച്ച് ലോകത്ത് എമ്പാടും ഏറ്റവും കൂടുതൽ ആളുകൾ ആസ്വദിക്കുന്ന ഒരു കളിയാണ് ഫുട്ബോൾ. ആ ഫുട്ബോൾ നമ്മളിവിടെ ഒരാഴ്ചക്കാലം നടത്തി. വലിയ സന്തോഷമുണ്ട്. നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മളെല്ലാവരും ഈ ദിവസങ്ങളിലൊക്കെ ഇവിടെ പങ്കെടുത്ത ജനങ്ങളുടെ സാന്നിധ്യത്തെ കാണുമ്പോൾ ഇത് നമ്മുടെ ജനത്തിന്റെ ആവശ്യമാണ്. AKCC ചെയ്ത ഈ സത്പ്രവൃത്തി ഇനിയും മുൻപോട്ട് പോകണം എന്ന് ജനം വിളിച്ചു പറയുന്നതിൻ്റെ ഒരു തെളിവാണ് കണ്ടിരുന്നത്. തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു, ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ഈ മാമാങ്കം ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള, കളർഫുള്ളായിട്ടുള്ള, വളരെ അറിയപ്പെടുന്ന ഒരു മാമാങ്കമായിട്ടത് മാറും എന്നെനിക്ക് ഉറപ്പുണ്ട്. അത്തരത്തിലേക്ക് മാറണം. നമുക്കെല്ലാവർക്കും ഇതിൻ്റെ കൂടെ ഒത്തൊരുമിച്ച് ഒരേ മനസ്സോടെ നാടിൻ്റെ വികസനത്തിനും നാടിൻ്റെ ഒത്തൊരുമയ്ക്കും ഇത് കാരണമാക്കി തീർക്കത്തക്ക വിധത്തിൽ നമുക്ക് പ്രവർത്തിക്കാം. ഞാൻ ചുരുക്കുന്നു. എല്ലാവർക്കും, ഇന്നിവിടെ ആസ്വദിക്കുന്നതിന് വേണ്ടി വന്നിരിക്കുന്ന എല്ലാവർക്കും, അതോടൊപ്പം ഇന്ന് നല്ല കളി കാഴ്ചവെക്കാൻ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്ന ടീമുകൾക്കും എല്ലാ നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും ബഹുമാന്യായ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ റവറൻഡ് ഫാദർ പ്രൊഫസർ ലാസർ കുറ്റിക്കാരനച്ച, ആദരണ പ്രസംഗം നടത്തുന്ന കർസൻ കോട്ടോളി, മുഖ്യാതിഥി ശ്രീമതി മേരിക്കുട്ടി ജോയ്, മുനിസിപ്പൽ ചെയർപേഴ്സൺ, ശ്രീ ഷാജൻ SHO ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ, ഇന്ന് സ്വാഗതം പറഞ്ഞ ശ്രീ ഷാജു പാറേക്കാടൻ, അതുപോലെ ഇന്നിവിടെ സാന്നിധ്യം അറിയിക്കുന്ന സംഘാടക സമിതി ചെയർമാൻ PT ജോർജ്, ട്രഷറർ AKCC വിൻസെന്റ് കോമ്പാറക്കാരൻ, വൈസ് പ്രസിഡന്റ് ജോസ് മാമ്പുള്ളി, ടൂർണമെന്റ് ജോയിന്റ് കൺവീനർ ജോബി അക്കരക്കാരൻ, വർഗീസ് ജോൺ, അതുപോലെ ഈ ടൂർണമെന്റിന്റെ ജനറൽ കൺവീനറായ ഷാജു അബ്രാഹം കണ്ടകൊളുത്തി. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഈ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ ഇന്നിവിടെ നടക്കുകയാണ്. എല്ലാ കളികളും ജയിച്ചു വന്ന 2 ടീമുകളാണ് ഇന്നിവിടെ ഏറ്റുമുട്ടുന്നത്. ഓർബിറ്റ് പഞ്ചവടി മലപ്പുറം, സുകന്യ ട്രാവൽസ്
ബേസിക് പെരുമ്പാവൂർ. ഈ കളി കാണാൻ ഇത്ര ദിവസം ഈ കളി കാണാൻ ഇവിടെ എത്തിയ എല്ലാ കാണികൾക്കും നന്ദിയുടെ നല്ല നൽകുന്നു. എല്ലാ കാര്യങ്ങളും സൗകര്യത്തോടും നിശബ്ദമായും കണ്ട് ഒരു പ്രശ്നവുമില്ലാതെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി തീർത്ത എല്ലാ കാണികൾക്കും ഞാൻ നന്ദിയുടെ നറുമലറുകൾ അർപ്പിക്കുന്നു. അതുപോലെ ഇന്നത്തെ കളിയും ഭംഗിയായി നടത്തുവാൻ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ നടത്തിവരുന്ന മറ്റു പ്രോഗ്രാമുകൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, മെഡിക്കൽ ക്യാമ്പുകൾ, ആയുർവേദ ക്യാമ്പുകൾ, മറ്റ് അനാഥാലയ സന്ദർശനം, ഇവയെല്ലാം AKCC നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. അതുപോലെ തന്നെ ഞങ്ങളെ സഹായിച്ച ഡേവിസ് ചക്രക്കാരൻ, അവന്തി മോട്ടോഴ്സ്, അതുപോലെ പ്രമുഖ വ്യക്തികൾ പലരുമുണ്ട്. എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഇനിയും ഞങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെ സഹായ സഹകരണം ഉണ്ടാവണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആദരണ പ്രസംഗത്തിനായി പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീ നെൽസൺ കോട്ടോളിയെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ അഖില കേരള കത്തോലിക്ക കോൺഗ്രസ് AKCCയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ഫുട്ബോൾ ടൂർണമെന്റിന്റെ സമാപന ദിനമായ ഇന്ന്, ഈ സമാപന ദിനത്തിനോടനുബന്ധിച്ച് ഇരിങ്ങാലക്കുടയിലും പരിസര പ്രദേശത്തുമുള്ള 3 മഹത്തായിട്ടുള്ള പ്രതിഭകളെ ആദരിക്കാൻ കൂടി ഈ വേദി വിനിയോഗിക്കുകയാണ്. ഇരിങ്ങാലക്കുട പട്ടണം കേരളത്തിനും ഇന്ത്യക്കും ഒരു സൂര്യ തേജസ്സായി, ഒരു വെള്ളി നക്ഷത്രമായി നൽകിയ സംഭാവനയാണ് പ്രിയപ്പെട്ട NK ഇട്ടി മാത്യു എന്ന അപൂർവ പ്രതിഭ. ഇരിങ്ങാലക്കുടയിൽ നിന്ന് 1973 കാലയളവിൽ ഇന്ത്യയിലെ 3 പ്രമുഖ ചാമ്പ്യൻഷിപ്പുകളിലാണ് കേരളം മുത്തമിട്ടത്. 1973 സന്തോഷ് ട്രോഫിയിൽ ആദ്യമായി കേരളം വിജയകിരീടം അണിയുമ്പോൾ അതിന്റെ വിജയശില്പികളിൽ ഒരാളായിരുന്നു ശ്രീ NK ഇട്ടി മാത്യു. എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടില് ആയിരക്കണക്കിന് പേർ ശ്വാസം അടക്കി പിടിച്ച് ഈ കളി കാണുന്ന ഉദ്വേഗത്തിന്റെയും അമ്പരപ്പിന്റെയും ഒക്കെ നിമിഷങ്ങളില് അന്ന് കേരളത്തിന്റെ ഗോൾ വലയം കാത്തു സൂക്ഷിച്ചത് ഇരിങ്ങാലക്കുടക്കാരനായിട്ടുള്ള NK ഇട്ടി മാത്യു എന്ന വ്യക്തിത്വമായിരുന്നു. കാലത്തിന്റെ കൈകൾക്ക് മാച്ചു കളയാൻ കഴിയാത്ത എത്രയെത്ര അടയാളങ്ങളാണ് കേരളത്തിലും ഇന്ത്യയിലുമായിട്ട് ശ്രീ NK ഇട്ടി മാത്യു സംഭാവന നൽകിയത്. ഇരിങ്ങാലക്കുടയുടെ അഭിമാനപുത്രൻ, ഇരിങ്ങാലക്കുടയുടെ സൂര്യ തേജസ് എന്നൊക്കെ വിശേഷിപ്പിക്കാം. സന്തോഷ് ട്രോഫിയിൽ മാത്രമല്ല, ജൂനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പില് ബംഗാളിലെ നാഷണൽ ചാമ്പ്യൻഷിപ്പ് നടക്കുമ്പോൾ ബംഗാളിൽ പോയി മടയിൽ കയറിക്കൊണ്ട് ബംഗാളിനെ വെട്ടിനിരത്തി. സെമിയിൽ നിന്ന് ഫൈനലില് ആന്ധ്രയെ തോൽപ്പിച്ചു. ഇതിന്റെയൊക്കെ വിജയശില്പിയായിട്ടുള്ളത് ഇരിങ്ങാലക്കുടക്കാരനായിട്ടുള്ള ശ്രീ NK ഇട്ടി മാത്യു അവർകളാണ്. കാലചക്രത്തിന്റെ ദശാസന്ധികളിൽ ആകസ്മികമായിട്ടാണ് പ്രതിഭകൾ പിറവിയെടുക്കാറ്. തന്റെ ലക്ഷ്യം ഏതെന്നറിയില്ലെങ്കിൽ കൂടി ചില ആകസ്മികതകൾ അവരെ ശരിയായ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ലക്ഷ്യത്തിലേക്ക് അടുത്ത് ഫുട്ബോളിന് ഇരിങ്ങാലക്കുടയെ കുറിച്ച് അടയാളപ്പെടുത്തിയ പ്രമുഖനായിട്ടുള്ള വ്യക്തിയായിട്ടുള്ള ശ്രീ NK ഇട്ടി മാത്യു അവർകള് പ്രതിഭയുടെ മഹാവിസ്ഫോടനത്തിലെ കളിക്കളങ്ങളിൽ വിസ്മയങ്ങളുടെ കലാപ്രകടനങ്ങൾ സൗന്ദര്യ ലോകം സൃഷ്ടിച്ച ഒരു അത്ഭുത പ്രതിഭാസമാണ്. ഇരിങ്ങാലക്കുടയ്ക്ക് എന്നും കാത്തു സൂക്ഷിക്കുന്ന, ഇരിങ്ങാലക്കുടയുടെ എന്നും അഭിമാന പ്രതിഭ എന്ന് വിശേഷിപ്പിക്കുന്ന പ്രിയപ്പെട്ട NK ഇട്ടി മാത്യു സാറിനെ അദ്ദേഹം കളിച്ചു വളർന്ന ഈ മുനിസിപ്പൽ മൈതാനിയിൽ, അദ്ദേഹം പഠിച്ചത് ഡോൺ ബോസ്കോയിലും ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലുമാണ്. ഏറെ ചെറുപ്പത്തിൽ തന്നെ ക്രൈസ്റ്റ് കോളേജിലെ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം സന്തോഷ് ട്രോഫി ഫൈനൽ കളിക്കുന്നത്. അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഉദിച്ചുയർന്ന ഒരു ഫുട്ബോൾ താരോദയമാണ്. NK ഇട്ടി മാത്യു ആണ് ഗോൾ വലയത്തിലെ ഗോളിയായിട്ട് നിൽക്കുന്നതെങ്കിൽ അവിടെ പിന്നെ ഗോൾ വീഴില്ല എന്നാണ് അവിടുത്തെ സംസാരം. നമുക്ക് മുൻകാല കളിക്കാർക്കും ഫുട്ബോൾ പ്രേമികൾക്കും അറിയാം ഇട്ടി മാത്യുവിനെ. അദ്ദേഹത്തിന്റെ കളി കാണാനായിട്ട് വിദൂര സ്ഥലങ്ങളിൽ നിന്ന് വരെ ആളുകൾ ഇരിങ്ങാലക്കുടയിലും കേരളത്തിലും എത്തുമായിരുന്നു. മാത്രമല്ല, ഇന്ത്യൻ 11സിലും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. റഷ്യക്കെതിരെയും ഹംഗറിക്കെതിരെയുമുള്ള മത്സരങ്ങളിലും NK ഇട്ടി മാത്യു കേരളത്തിന്റെ കുപ്പായമണിഞ്ഞു. ടൈറ്റാനിയത്തിന്റെ 6 വർഷക്കാലം 1973 മുതൽ 79 വരെയുള്ള കാലഘട്ടങ്ങളിൽ
ടൈറ്റാനിയത്തിന്റെ ഗോൾ വലയം കാത്തു സൂക്ഷിച്ചതും പ്രിയ NKT മാത്യു ആണ്. ഈ അത്ഭുത പ്രതിഭയെ നമ്മൾ ഇന്ന് AKCC ഇവിടുത്തെ ഫുട്ബോൾ ലോകം, ഈ മുനിസിപ്പൽ മൈതാനം, ഇരിഞ്ഞാലക്കുടയുടെയും ആദരം കത്തീഡ്രൽ AKCC കത്തോലിക്ക കോൺഗ്രസ് നൽകിയാണ്. പ്രിയപ്പെട്ട NKT മാത്യുവിനെ ഞാൻ വേദിയുടെ മുൻനിരയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ ആദരം നൽകുന്നതിനായിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട വികാരിയച്ഛൻ AKCCയുടെ ഡയറക്ടർ പ്രിയപ്പെട്ട ലാസർ കുറ്റിക്കാടൻ അച്ഛനെയും സ്നേഹപൂർവ്വം വേദിയുടെ മുൻപിലേക്ക് ക്ഷണിക്കുകയാണ്. അച്ഛൻ പൊന്നാട അണിയിച്ചുകൊണ്ട് ആദരിക്കുന്നു. കത്തീഡ്രൽ വികാരി ബഹുമാനായിട്ടുള്ള റവറൻഡ് ഡോക്ടർ ലാസറച്ചൻ ഇപ്പോൾ ഇട്ടി മാത്യു സാറിനെ പൊന്നാടയണിച്ച് ആദരിക്കുന്നു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഇരിങ്ങാലക്കുടയുടെ ആദരമായിട്ട്, ഇരിങ്ങാലക്കുട പൗരാവലിയുടെ മൈതാനത്തെ ഫുട്ബോൾ പ്രേമികളുടെ ആദരമായിട്ട് ഇതാ മെമന്റോ നൽകിക്കൊണ്ട് ആദരിക്കുന്നു. പ്രിയപ്പെട്ട ഇട്ടി മാത്യു സാർ ഇപ്പോൾ തന്നെ നമ്മളോട് രണ്ടു വാക്ക്, എനിക്കറിയാം ഫുട്ബോൾ കളി കാണാനായിട്ട് എല്ലാവരും ആകാംക്ഷയോട് കൂടി കാത്തിരിക്കണം, എങ്കിൽ കൂടി ഈ പ്രതിഭയുടെ രണ്ട് വാക്ക് നമുക്ക് ഇപ്പോൾ കേൾക്കാം. കളിക്കാൻ പറഞ്ഞാൽ കളിക്കാമായിരുന്നു, പക്ഷേ ഇത് വലിയൊരു ബുദ്ധിമുട്ടാണെങ്കിലും എൻ്റെ ജീവിതത്തിലെ ഒരുപാട് ആദരങ്ങളും ഇതെല്ലാം കിട്ടും. പക്ഷേ സ്വന്തം ഗ്രൗണ്ടിൽ നിന്ന്, സ്വന്തം ജനങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആദ്യത്തെ ഒരു ആദരമാണ് ഇത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു അവാർഡ് എന്ന് പറഞ്ഞാൽ അർജുന അവാർഡാണ്. ഇത് ഇന്ന് എനിക്ക് അർജുന അവാർഡ് കിട്ടിയ ഒരു പ്രഥമാണ്. എനിക്ക് സത്യമായിട്ട് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ജീവിതത്തിലെ സ്വന്തം ജനങ്ങളുടെ മുമ്പിൽ, സ്വന്തം ആൾക്കാരുടെ മുമ്പിൽ കിട്ടുന്ന ആദ്യത്തെ ഒരു അവാർഡ് ഇത് ഞാൻ ഏറ്റവും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അവാർഡാണ്. താങ്ക് യു സോ മച്ച് ഫോർ എവറിത്തിങ്. താങ്ക് യു. പ്രിയപ്പെട്ടവർ, അടുത്തായിട്ട് ആദരം അർപ്പിക്കുന്നത് പ്രിയപ്പെട്ട ഡേവിസ് ആന്റണി അക്കരക്കാരനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനാണ്. ഒരു കാലഘട്ടത്തില് ഈ മൈതാനത്തിന് 500 മീറ്റർ അകലെയുള്ള അക്കരക്കാരൻ ആന്റണി ചേട്ടന്റെ മകനായിട്ട് ഇരിങ്ങാലക്കുടയിൽ ജനിച്ച് ഈ പരിസരത്ത് കളിച്ചും പഠിച്ചും തല്ലുകൂടിയും ഒക്കെ വളർന്നു വന്നിട്ടുള്ളതാണ് ഡേവിസ് ഏട്ടന്റെ ബാല്യവും യൗവനവും ഇവിടെ പിന്നിട്ട് യൗവനകാലത്തിന്റെ സമാപനത്തിൽ അദ്ദേഹം പൂനെയിലേക്ക് പോയി. പൂനെയിൽ ആവന്തി മോട്ടോഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ MD ആയിക്കൊണ്ട് ഇന്ന് മുംബൈയിലും കോലാപൂരും പൂനെയിലും ആവന്തി ഗ്രൂപ്പ് ഈ മേഖലയിൽ മോട്ടോഴ്സ് രംഗത്ത് വിലമതിക്കാൻ കഴിയാത്ത അത്രയും വലിയ ഒരു സ്ഥാപനമായിട്ട്, വലിയൊരു വ്യാപാര സമുച്ചയത്തിന്റെ ഭാഗമായിട്ട് ഡേവിസ് ഏട്ടൻ വളർന്നു കഴിഞ്ഞു. ഡേവിസ് ഏട്ടൻ വളരെ നല്ല നിലയിൽ വളരുമ്പോഴും അദ്ദേഹം പഠിച്ചു വളർന്നും കളിച്ചു വളർന്ന സ്ഥലത്തെയും ഇവിടുത്തെ സുഹൃത്തുക്കളെയും സഹോദരന്മാരെയും സുഹൃത്തുക്കളെയും എല്ലാം വളരെ നല്ല രീതിയിൽ കാണുകയും കലാ, കായിക, സാഹിത്യ, സാംസ്കാരിക പരിപാടികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ഡേവിസ് ആന്റണി അക്കരക്കാരൻ. ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. AKCC സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിലേക്ക് ഞങ്ങൾക്ക് പ്രോത്സാഹനവും ഉത്തേജനവും പകർന്നത് പ്രിയപ്പെട്ട ഡേവിസ് ആന്റണി അക്കരക്കാരനെയാണ്. അദ്ദേഹത്തിന് ഇനിയും ബിസിനസ് രംഗത്ത് വിജയത്തിന്റെ ഉന്നത സോപാനങ്ങളിൽ എത്തിച്ചേരാൻ കഴിയട്ടെ എന്ന ആശംസയോടുകൂടി AKCCയുടെ ഈ ആദരവ് ഈ മൈതാനത്ത് കളിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ഡേവിസ് ഏട്ടന് പ്രത്യേകമായിട്ട് ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ പൊന്നാട അണിയിച്ചുകൊണ്ട് ആദരിക്കുകയാണ്. ചെയർപേഴ്സൺ ഇരിങ്ങാലക്കുടയുടെ ആദരമായിട്ട് മെമന്റോ നൽകി ആദരിക്കുന്നു ഡേവിസ് ഏട്ടന്. പ്രിയപ്പെട്ട ഡേവിസ് ആന്റണി അക്കരക്കാരൻ നമ്മളുടെ രണ്ട് വാക്ക് സംസാരിക്കും. ഇല്ല, ഡേവിസ് ഏട്ടൻ സംസാരിക്കുന്നില്ല എന്ന് പറയുന്ന കളി തുടങ്ങാവുന്നത് കൊണ്ട്. അതുപോലെ തന്നെ ഒരു വ്യക്തിയെ കൂടി ആദരിക്കുകയാണ്, ശ്രീ അജയ് ജോസഫ്. ഇന്റർനാഷണൽ ഷിപ്പിംഗ് സപ്ലൈ കമ്പനികളുടെ ഇന്റർനാഷണൽ തലത്തിലുള്ള ഒരു സംഘടനയാണ് ISSA, ഇന്റർനാഷണൽ ഷിപ്പിംഗ് സപ്ലൈ അസോസിയേഷൻ കമ്പനി. 1955 രൂപീകരിച്ച 90 രാജ്യങ്ങളുള്ള 2000-ലേറെ കമ്പനികൾ ഓതറൈസ് ചെയ്തിട്ടുള്ള ഈ ഇന്റർനാഷണൽ ലോകോത്തരമായിട്ടുള്ള കമ്പനിയിൽ നിന്ന് ഇന്ത്യയിൽ നിന്നുള്ള ഏക പ്രതിനിധിയാണ് മലയാളിയായ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്തുള്ള ചെമ്മണ്ട സ്വദേശിയായിട്ടുള്ള അജയ് ജോസഫ്. ഒരു ഇരിങ്ങാലക്കുടക്കാരൻ, ഒരു ചെമ്മണ്ട സ്വദേശി ലോകതലങ്ങളിലേക്ക്, ലോകോത്തരമായിട്ടുള്ള മേഖലയിലേക്ക് കടന്നു വന്നതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ്. ആദ്യമായിട്ടാണ് ഒരു മലയാളി, ഒരു ഇന്ത്യക്കാരൻ ഈ ഷിപ്പിംഗ് സപ്ലൈ അസോസിയേഷനിലെ ഇന്റർനാഷണൽ തലത്തിൽ പ്രതിനിധീകരിക്കുന്നത്. അങ്ങനെ ഈ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തെ പ്രതിനിധിയായിട്ട് ലോക പ്രസിഡന്റ് തെരഞ്ഞെടുത്തത്. അത്രയും ബഹുമുഖ പ്രതിഭയായിട്ട് വളർന്ന് ഇരിങ്ങാലക്കുട
ക്രൈസ്റ്റ് കോളേജിൽ പഠിച്ച് പഠനം കഴിഞ്ഞ് മുംബൈയിൽ പോയിക്കൊണ്ട് മുംബൈയിൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത് പിന്നെ ഗ്ലോബൽ മറൈൻ സപ്ലൈ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് പ്രവർത്തിച്ച് കൊണ്ടാണ് ഇന്ന് ലോകോത്തരമായിട്ടുള്ള ഒരു അസോസിയേഷനിൽ ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നന്മയുടെ സുഗന്ധം ജീവിതത്തിന്റെ സുഗന്ധമാണെന്നും അനശ്വര വിജയങ്ങളുടെ സുരഭിലമായ മാർഗം അതാണെന്ന് കാണിച്ചുകൊണ്ട് ബിസിനസ് രംഗത്ത് ഉന്നതമായിട്ടുള്ള വളർച്ച നൽകിയിട്ടുള്ള പ്രിയപ്പെട്ട അജയ് ജോസഫിനെ ഇരിങ്ങാലക്കുടയുടെ ആദരമായിട്ട് ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ പൊന്നാട എണീച്ചുകൊണ്ട് ശ്രീ അജയ് ജോസഫിനെ ആദരിക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്തെ അന്താരാഷ്ട്ര കപ്പലുകൾക്കൊക്കെ സപ്ലൈ ചെയ്യുന്നത് അദ്ദേഹമാണ്. ഈ ആഡംബര കപ്പലുകൾ, കണ്ടെയ്നർ കപ്പലുകൾക്കൊക്കെ സപ്ലൈ ചെയ്യുകയും അവർ സർവീസ് നടത്തുകയും ചെയ്യുന്ന സ്ഥാപനമാണ്. ഇരിങ്ങാലക്കുട പട്ടണത്തിന്റെ ആദരം മെമ്മന്റോ നൽകിക്കൊണ്ട് നഗരമാതാവ് മേരിക്കുട്ടി ജോയ് മെമ്മന്റോ നൽകുന്നു. ഈ 3 പ്രതിഭകൾക്കും അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി അധികം പ്രസംഗങ്ങളൊന്നുമില്ല, ഇപ്പോൾ തന്നെ കളി തുടങ്ങി. നമസ്കാരം. നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ AKCCയുടെ പ്രസിഡന്റ് ശ്രീ രഞ്ജി അക്കരക്കാരൻ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ കത്തീഡ്രൽ വികാരി റവറൻ ഫാദർ ഡോക്ടർ ലാസർ കുട്ടിക്കാടൻ അച്ഛൻ, സ്വാഗതം ആശംസിച്ച ടൂർണമെന്റ് ജോയിന്റ് കൺവീനർ ശ്രീ ഷാജു പാറേക്കാടൻ, ആദരണ പ്രസംഗം നടത്തിയ പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീ ടെൽസൺ കോട്ടോളി, ആദരിക്കപ്പെട്ട വിശിഷ്ട വ്യക്തികൾ സന്തോഷ് ട്രോഫി താരം ശ്രീ NK മിറ്റി മാത്യു, ശ്രീ ഡേവിസ് ആന്റണി അക്കരക്കാരൻ, ശ്രീ അജയ് ജോസഫ്, അതുപോലെ നമ്മുടെ മറ്റു സംഘാടക സമിതി ചെയർമാൻ ശ്രീ PT ജോർജ്, ട്രഷറർ AKCC ശ്രീ വിൽസൺ കോമ്പാറക്കാരൻ, വൈസ് പ്രസിഡന്റ് AKCC ശ്രീ ജോസ് മാമ്പിള്ളി, AKCC ടൂർണമെന്റ് ജോയിന്റ് കൺവീനർ ശ്രീ ജോബി അക്കരക്കാരൻ, ടൂർണമെന്റ് ജോയിന്റ് കൺവീനർ ശ്രീ വർഗീസ് ജോൺ, നന്ദി പ്രകാശിപ്പിക്കുന്ന ടൂർണമെന്റ് ജനറൽ കൺവീനർ ശ്രീ ഷാജു അബ്രഹാം കണ്ടങ്ങളത്തി, വേദിയിലെയും സദസ്സിലെയും വിശിഷ്ട വ്യക്തികളെ, സ്നേഹം നിറഞ്ഞ നല്ലവരായ നാട്ടുകാരെ, കായിക പ്രേമികളെ, കായിക താരങ്ങളെ, എല്ലാവർക്കും വിനീത നമസ്കാരം. ഇന്ന് നമ്മുടെ ഫൈനലിലേക്ക് കിടക്കുന്നത് ഓർബിറ്റ് പഞ്ചമി മലപ്പുറവും അതുപോലെ സുകന്യ ട്രാവൽസ് PBRുമാണ്. ഇന്നത്തെ അവരുടെ മത്സരമാണ് നടക്കാൻ പോകുന്നത്. നമുക്ക് ഇതിൻ്റെ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ തുടങ്ങി വെച്ച ഈ ടൂർണമെൻറ്റ്, സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് വളരെ ഭംഗിയായി ഇന്ന് അവസാനിക്കുകയാണ്. ആ അനുഗ്രഹത്തോട്, നമ്മുടെ ജെയിംസ് പിതാവിൻ്റെ അനുഗ്രഹത്തോടു കൂടി തന്നെയാണ് നമുക്കിത് തുടക്കം മുതലേ അതിൻ്റെ പിതാവിൻ്റെ അനുഗ്രഹമുണ്ടെന്ന് വളരെ വ്യക്തമാണ്. കാരണം നമ്മളന്ന് മഴ പെയ്യുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ഈ ദിവസം വരെ നമ്മളെ ദൈവം കാത്തു രക്ഷിച്ചു. എല്ലാത്തിനും നമുക്ക് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും ഇതുപോലെ നമ്മുടെ AKCCയുടെ ആഭിമുഖ്യത്തിൽ വരും കൊല്ലവും ഭംഗിയായി ഇതിലും കുറച്ചുകൂടി നല്ലൊരു ഇതിലും ഭംഗിയായി നടത്താൻ സർവേശ്വരൻ എല്ലാവിധ അനുഗ്രഹങ്ങളും. ഈ കിട്ടുന്ന പണം എന്ന് പറയുന്നത് നമ്മൾ സോഷ്യൽ ആക്ടിവിറ്റീസിന് മാത്രം ഉപയോഗിക്കുകയാണ്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഉന്നതിയിലെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി പറയുന്നതിനായി ടൂർണമെന്റ് ജനറൽ കൺവീനർ ശ്രീ ഷാജു കണ്ടങ്ങളതിയെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ആദരണീയനായ അധ്യക്ഷൻ ശ്രീ രഞ്ജി അക്കരക്കാരൻ, നമുക്കറിയാം AKCCയുടെ പ്രസിഡന്റാണ്. AKCC കത്തീഡ്രൽ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങളെ വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇന്നത്തെ ഈ യോഗത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ശ്രീ രഞ്ജി അക്കരക്കാരനെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് അനുഗ്രഹ പ്രഭാഷണം നടത്തുവാൻ എത്തിച്ചേർന്ന ഇരിഞ്ഞാലക്കുട ഇടവകയുടെ ഇടയനായിട്ടുള്ള നമ്മളുടെ വികാരി 3400ഓളം കുടുംബങ്ങളെ ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ കൊണ്ടു നടക്കുന്ന, ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഇടവക തന്നെയെന്ന് വിശേഷിപ്പിക്കാവുന്ന ഇരിഞ്ഞാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിലെ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുട്ടിക്കാടൻ അച്ഛൻ, ഏറെ സ്നേഹത്തോടെ ഞാൻ ഇന്ന് ഇവിടേക്ക് എത്തിച്ചേർന്ന നിങ്ങൾ പ്രഭാഷണം നടത്തിയതിന് ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇന്നിവിടെ മുഖ്യാതിഥി എത്തിച്ചേർന്നിട്ടുള്ള ഇരിഞ്ഞാലക്കുടയുടെ നഗരമാതാവ് ശ്രീ മേരിക്കുട്ടി ജോയ് അവർക്ക് നമുക്ക് ഈ മുനിസിപ്പാലിറ്റിയും അതിൻ്റെ മറ്റ് കാര്യങ്ങളും വിട്ടുതന്ന ശ്രീ മേരിക്കുട്ടി ജോയ്ക്ക് ഏറെ സ്നേഹത്തോടെ നന്ദി സമർപ്പിക്കുന്നു. ഇന്നിവിടെ ആദരിക്കപ്പെടുന്ന ശ്രീ NK മാത്യു, സന്തോഷ് ട്രോഫി താരം, അദ്ദേഹത്തിന് ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഇതിന്റെ മെയിൻ സ്പോൺസറായ അവധി മോട്ടോഴ്സ് പൂനെ കോലാലംപൂരിന്റെ MD ആയിട്ടുള്ള ശ്രീ ഡേവിസ് അക്കരക്കാരൻ അവരെ ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു.
അതോടൊപ്പം തന്നെ ഇവിടെ ചേർന്നിട്ടുള്ള ശ്രീ അജയ് ജോസഫ് ഗ്ലോബൽ മറൈൻ സപ്ലൈ കമ്പനിയുടെ MD ആയിട്ടുള്ള അദ്ദേഹത്തിന് ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഈ ടൂർണമെന്റിന്റെ വിജയത്തിനായി എൻ്റെ തോളോട് ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള ജോയിന്റ് കൺവീനറുമായ ശ്രീ ഷാജു പാറേക്കടൻ, അതുപോലെ തന്നെ വർഗീസ് ജോൺ, ജോബി അക്കരക്കാരൻ എന്നിവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നിവിടെ നമ്മുടെ ഈ സംഘാടക സമിതിയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ PT ജോർജ് ഏട്ടനെ ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ട്രഷററും ഈ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമായ ഈ ടൂർണമെന്റിന്റെ ഫൈനാൻസ് കൺവീനറുമായ സാബു കൂനൻ, ശ്രീ വിൻസെന്റ് കോമ്പാറക്കാരൻ എന്നിവരെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഞാൻ ഈ ടൂർണമെന്റിന് നന്ദി രേഖപ്പെടുത്തുന്നു. പച്ച നിറത്തിലുള്ള ജേഴ്സി അണിഞ്ഞുകൊണ്ട് ബാപ്പു ജേഴ്സി നമ്പർ 5, റൈറ്റ് വിംഗ് ബാക്ക് ശരത് ജേഴ്സി നമ്പർ 6, ലെഫ്റ്റ് വിംഗ് ബാക്ക് അജിൽ ജേഴ്സി നമ്പർ 4, സെന്റർ ഫോർവേഡ് ഇസ്മായിൽ ജേഴ്സി നമ്പർ 8, റൈറ്റ് വിംഗ് ഫോർവേഡ് റഹീം ജൂനിയർ ജേഴ്സി നമ്പർ 9, ലെഫ്റ്റ് വിംഗ് ഫോർവേഡ് താലിബ ജേഴ്സി നമ്പർ 10. ഇന്നത്തെ കളി നിയന്ത്രിക്കുന്നത് ജോൺസൺ, അദ്ദേഹത്തെ ലൈനിൽ സഹായിക്കുന്നു ബാവ ആൻഡ് ഷിഹാബ്. മഞ്ഞ നിറത്തിലുള്ള ജേഴ്സി അണിഞ്ഞുകൊണ്ട് കളിക്കളത്തിൽ അണിനിരക്കുന്നു ഓർബിറ്റ് പഞ്ചവടി മലപ്പുറം. ഗോൾ കീപ്പർ ജിത്തു, സ്റ്റോപ്പർ ബാക്ക് ടെറി ജേഴ്സി നമ്പർ 5, റൈറ്റ് വിംഗ് ബാക്ക് ഫായിസ് ജേഴ്സി നമ്പർ 9, ലെഫ്റ്റ് വിംഗ് ബാക്ക് മുഹമ്മദ് ജേഴ്സി നമ്പർ 4, സെന്റർ ഫോർവേഡ് നാസർ ജേഴ്സി നമ്പർ 8, റൈറ്റ് വിംഗ് ഫോർവേഡ് ടെറി
'cause we are so free. And in this moment, life is like a dream. Live in the moment, 'cause we are so free. And in this moment, life is like a dream. So come a little closer, but don't hold your breath. Silence in the background, violence in your eyes now. Remember that time you gave your heart to me. Remember that time when life was like a dream. You know what I know. You know what I know. I need to hold you close to me, to me, to me, to me, yeah. Life is a game that we play. I won't get away. We can find a safe within our company. Within our company. Within our company. So come closer to me. Closer. How long can you hold until your breath fall? It's been too long now. I think that I want to second guess you, I second guess me, I second guess them. Don't second guess me. So come a little closer.
അവന് വെട്ടി കൊല്ലർന്നാണ് നാല് കുറ്റിമ നിക്കണ കേട്ടാ, 4 കുറ്റിമ നിക്കണ സാധനം. കാണാൻ പറ്റാവുന്ന ഷോക്കടിക്കില്ല. എന്റർപ്രൈസസ് നടവരമ്പ്. ഈ മൈതാനത്തിലെ കസേരകൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് വിൽസൺ തെക്കേക്കര ആൻഡ് വർഗീസ്. മലപ്പുറം ഭാഷ കാണികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ആ ടവർ ലൈറ്റുമായി കയറിയിരിക്കുന്ന കാണികൾ ദയവായി ആ ടവറിൽ നിന്ന് ഇറങ്ങിയിരിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത്. ടവറിൽ നിന്ന് ആളുകൾ ഇറങ്ങിയിരിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.
മഞ്ഞല്ലേ ഇരുന്നാള് നാളെയാണ് അല്ല അതിനെ ഒന്ന് ഇതിലല്ലോ നീ വേറെ ആര് പറഞ്ഞ ആ ബുദ്ധി വർക്കായില്ലടാ എല്ലാരും മഞ്ഞി അത് കൊടുക്കടാ കളി പറഞ്ഞു കൊടുക്കണേ രണ്ടതല്ല മഞ്ഞെടുത്തോ കാടോട് കാടോട് മഞ്ഞ മഞ്ഞ ബാക്ക്ഗ്രൗണ്ടിൽ ജീവിതത്തിൽ കളിയാണ് പറ്റുക എപ്പോഴെങ്കിലും വെച്ച് കളിക്കും നിങ്ങൾ സ്വകാര്യം പറയാണ്ട് കളിക്കണ മാറില്ലോ അത് കളിക്കട്ട അത് അവർക്കറിയാം മാറിക്കോ കാല് പടി കിട്ടും പോസ്റ്റിക്കടാ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ പറയാം ഈ മഞ്ഞല് വെള്ളം വലിയ വലിയ രണ്ടുപേരില്ല Come on.
വേണ്ട ചേട്ടാ പോട്ടെ ചേട്ടാ പോട്ടെ 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 വിട് വിട് ക്ഷമിക്ക് നാളെ പെരുന്നാളല്ലേ വിട് വിട്
അവന് പച്ച കൊടുക്ക പച്ച 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 അപകടം ചാട്ട് പോട്ടാ ആദ്യം പച്ച
Always felt so pretty. Noticed them postcards from the city. I've been walking downtown every day. In spite of this, I always try to fit in. When they consume my head, I hate this feeling. I wanna be a paragon, not a villain. I hate the city, but I stay for you. My love's so pretty, and I always will. From the day we met, I will be with you. The first time you said that you love me too. The best without you, I'm hollowed out. So I packed my things and we moved down south to share a room in a foreign house. This will take some time, but that's what it's all about. ജയിച്ച ടീം മാറ്റി പറയരുതിട്ടാ. മത്സരത്തിൽ 4-നെതിരെ 5 ഗോളുകൾക്ക് ബേസിക് പെരുമ്പാവൂർ വിജയിച്ചിരിക്കുന്നു. അല്ല ലഹരി, ഫുട്ബോളാണ് ലഹരി. നമുക്ക് ഡ്രഗ്സിനോട് വിട പറയാം. ഇരിങ്ങാലക്കുട കത്തീഡ്രൽ AKCCയുടെ ആഭിമുഖ്യത്തിൽ മാർ ജെയിംസ് പഴയാറ്റിൽ മെമ്മോറിയൽ 2ാമത് അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ സമ്മാനദാനം നിർവഹിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ പിതാവ്, ഈ ടൂർണമെന്റ് തുടങ്ങേണ്ട കാര്യത്തിന് വേണ്ടി കഴിഞ്ഞ വർഷം പിതാവിനെ സമീപിച്ചപ്പോൾ പിതാവ് പറയുകയുണ്ടായി, നല്ല രീതിയിൽ ഈ ടൂർണമെന്റ് നടത്തണം, അത് ജനങ്ങൾക്ക് നല്ല ഫുട്ബോൾ കളി ആസ്വദിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കണമെന്ന് കഴിഞ്ഞ വർഷം പിതാവ് പറഞ്ഞിരുന്നു. അതനുസരിച്ച് കഴിഞ്ഞ വർഷം തുടങ്ങിയ ആ ടൂർണമെന്റ് ഇപ്പോൾ 2ാം വർഷത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഒരാഴ്ചക്കാലം വളരെ നല്ല രീതിയിൽ ഇവിടെ ഫുട്ബോൾ കളി കാണാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. ഇന്നത്തെ ഈ സമാപന ദിവസത്തെ സമ്മാനദാനത്തിനൂടെ എത്തിച്ചേർന്നിട്ടുള്ള ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ്മാർ പോളി കണ്ണുകാടിന് ഏറ്റവും സ്നേഹത്തോടു കൂടിയിട്ട് നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. ഇന്നിവിടെ അധ്യക്ഷനായിട്ടുള്ള AKCCയുടെ പ്രസിഡന്റ് ശ്രീ രഞ്ജി അക്കരക്കാരൻ, അദ്ദേഹത്തിന് നന്ദി അറിയിച്ചുകൊള്ളുന്നു.
ഇന്നിവിടെ അനുമോദന പ്രസംഗം നടത്തിയ റവറന്റ് ഫാദർ ഇരിയാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിന്റെ ഫാദർ ലാസർ കുറ്റിക്കാടൻ അദ്ദേഹത്തിന് നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇന്നത്തെ നമ്മളുടെ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള AKCCയുടെ ജോയിന്റ് കൺവീനേഴ്സ്, മറ്റ് അംഗങ്ങൾ എല്ലാവരും പാറ്റസിനകത്തോടെ ഇന്നത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പ്രിയമുള്ളവരെ, അഭിമന്യ പിതാവ് രണ്ടു വാക്ക് നമ്മളോട് സംസാരിക്കും. ഇന്നത്തെ ഈ ടൂർണമെന്റിന് നേതൃത്വം നൽകുന്ന ഇരിങ്ങാലക്കുട കത്തീഡ്രൽ AKCCയുടെ ഡയറക്ടർ, ബഹുമാനപ്പെട്ട ലാസർ കുറ്റിക്കാടനച്ച, AKCCയുടെ പ്രസിഡന്റ് ശ്രീ രഞ്ജി അക്കരക്കാരൻ, നമ്മുടെ കൂടെ ആയിരിക്കുന്ന മുൻ സന്തോഷ് ട്രോഫി താരം ശ്രീ NK മാത്യു, ഈ ടൂർണമെന്റിന് പിന്തുണ നൽകുന്ന ശ്രീ ഡേവിസ് ആന്റണി അക്കരക്കാരൻ, ശ്രീ ടെൽസൺ കോട്ടോളി, ശ്രീ ഷാജു പാറേക്കാടൻ, പ്രിയ ജോർജേട്ട, വേദിയിലും സഹർഷം ഇരിക്കുന്ന മറ്റ് വിശിഷ്ട അതിഥികളെ, AKCCയുടെ ഭാരവാഹികളെ, അഭിമന്യ ജെയിംസ് പഴയാറ്റി പിതാവിന്റെ അനുസ്മരണം നിലനിർത്തിക്കൊണ്ട് നടത്തപ്പെട്ട ഈ ഓൾ കേരള ഫുട്ബോൾ ടൂർണമെന്റ് ഇത്രയും ഇരിങ്ങാലക്കുടക്കാർക്ക് ഇഷ്ടപ്പെട്ടതാണ് എന്ന് ഇത്രയും കാണികളെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഇത് ഇരിങ്ങാലക്കുട ഇതുപോലെയുള്ള ഗെയിംസ്, ഫുട്ബോള്, ക്രിക്കറ്റ്, വോളിബോള്, ബാസ്കറ്റ്ബോള് തുടങ്ങി മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇരിങ്ങാലക്കുട പട്ടണത്തിന് തന്നെ നല്ലതാണ് എന്ന് ഈ മൈതാനിയിൽ ഇത്രയധികം കാണികളെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇന്ന് നാം ഒക്കെ പല വിധത്തിലുള്ള ലഹരികളുടെ സ്വാധീനത്തിൽപ്പെട്ട് നമ്മുടെ യുവാക്കള് ചിലരൊക്കെ വഴിമാറിപ്പോകുന്നുണ്ട്. അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ ഇതുപോലെയുള്ള ടൂർണമെന്റുകൾ നല്ലതാണ്, അത് സംഘടിപ്പിക്കണം. AKCC ഇരിങ്ങാലക്കുട കത്തീഡ്രൽ AKCC അതിന് നല്ലൊരു മാതൃക നൽകിയിരിക്കുകയാണ്. ഇനി മറ്റ് സംഘടനകളും ഇപ്രകാരം ചെയ്യാൻ ഇടവരട്ടെ. ഈ ടൂർണമെന്റ് ഈ വർഷം കൊണ്ട് അവസാനിക്കരുത്. ഇത് തുടർച്ചയായിട്ട് ഇതിലും ഗംഭീരമായിട്ട് തുടർന്നുള്ള വർഷങ്ങളിൽ സംഘടിപ്പിക്കാൻ കഴിയട്ടെ എന്നാണ് ഞാൻ നേരുക. ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഇന്ന് ഈ മത്സരത്തില് വിജയിയായിട്ടുള്ള പെരുമ്പാവൂർ ടീമിനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്നേഹത്തോടെ അഭിനന്ദിക്കട്ടെ. ഇത് സംഘടിപ്പിച്ച AKCCയെയും ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഇതിനാവശ്യമായിട്ടുള്ള പിന്തുണ നൽകിയവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഓർബിറ്റ്, പഞ്ചവടി മലപ്പുറവും സുകന്യ ട്രാവൽസ് ബേസിക്സ് പെരുമ്പാവൂരും ടീം അംഗങ്ങള് ഈ പവലിയന് മുൻപിലായിട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ടീം അംഗങ്ങള് എത്രയും പെട്ടെന്ന് തന്നെ ഈ പവലിയന് മുമ്പിലേക്ക് വരണം. സമ്മാനദാനം നിർവഹിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട ടീം അംഗങ്ങളും മാനേജരും അടക്കമുള്ളവര് എത്രയും പെട്ടെന്ന് തന്നെ വരിക. അപ്പം അവിടെ വികാരിച്ച് നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കും. ഇരിഞ്ഞാലക്കുട കത്തീഡ്രൽ AKCC സംഘടിപ്പിച്ച മാർ ജെയിംസ് പഴയാറ്റിൽ മെമ്മോറിയൽ ഫുട്ബോൾ സെവൻസ് ഇവിടെ സമാപിക്കുമ്പോൾ നല്ല ദൈവത്തിന് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. നല്ല ഒരു കാലാവസ്ഥ നമുക്ക് തന്നു. ഇന്ന് ഫൈനലിലേക്ക് പ്രവേശിച്ച പെരുമ്പാവൂരും മലപ്പുറം ടീമുകൾ വളരെ നന്നായിട്ട് കാണികളെ ആവേശഭരിതരാക്കി നല്ല ആരവത്തോടു കൂടിയ കളിയായിരുന്നു. രണ്ടുപേരെയും ഞാൻ അഭിനന്ദിക്കുന്നതോടൊപ്പം പ്രത്യേകിച്ച് ഇന്ന് വിജയിയായ പെരുമ്പാവൂർ ടീമിന് എല്ലാവരുടെയും പേരിൽ
ഹൃദ്യമായ ആശംസകൾ, അഭിനന്ദനങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. നമുക്ക് സമ്മാനദാനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ വിജയികളായ ഇന്നത്തെ ഈ മത്സരത്തിന്റെ സമ്മാനാർഹരായിട്ടുള്ള ടീമിന്റെയും മറ്റെല്ലാ ടീമിന്റെയും നല്ല കളിക്കാരായിട്ടുള്ള ആൾക്കാരെയാണ് ബെസ്റ്റ് ഫോർവേഡ്, ബെസ്റ്റ് ഡിഫൻഡർ, ബെസ്റ്റ് ഗോൾ കീപ്പർ എന്നിവർക്കാണ് ആദ്യമായിട്ട് ഇവിടെ ട്രോഫികൾ വിതരണം ചെയ്യുന്നത്. ആദ്യമായിട്ട് ബെസ്റ്റ് ടീമിനെയാണ് അനൗൺസ് ചെയ്യുന്നത്. ബെസ്റ്റ് ടീം ഓഫ് ദ ടൂർണമെന്റ് MMT കൊച്ചിൻ. MMT കൊച്ചിന്റെ ടീം മാനേജർ ഇവിടെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എത്തിച്ചേരേണ്ടതാണ്. ഫസ്റ്റ് ഗോൾ ഇൻ ഫൈനൽ ഓർബിറ്റ് പഞ്ചോടിക്ക് വേണ്ടി ജേഴ്സി അണിഞ്ഞ 8-ാം നമ്പർ ജേഴ്സി നാസറിനെ ഓർബിറ്റ് പഞ്ചോടിക്ക് വേണ്ടി ജേഴ്സി അണിഞ്ഞ 8-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ നാസർ പാഞ്ചോ കേറ് 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 ഇറങ്ങി ഫോട്ടോ എടുക്കും. അതിലുണ്ട് കൊടുക്ക്. ബെസ്റ്റ് ഡിഫൻഡർ ബാപ്പു, ബേസിക് പെരുമ്പാവൂരിന് വേണ്ടി കളിച്ച ബാപ്പു. ടീമംഗങ്ങളിൽ ആരെങ്കിലും ഒരാൾ വന്ന് ട്രോഫി സ്വീകരിക്കേണ്ടതാണ്. ബെസ്റ്റ് ഗോൾ കീപ്പർ നൗഫൽ, ബേസിക് പെരുമാവൂരിന് വേണ്ടി കളത്തിലിറങ്ങിയ നൗഫൽ, ബെസ്റ്റ് ഗോൾ കീപ്പർ ഇൻ ദ ടൂർണമെന്റ്. ബെസ്റ്റ് ഫോർവേഡ് വീണ്ടും നാസർ, ഓർബിറ്റ് പഞ്ചവടിക്ക് വേണ്ടി കളത്തിലിറങ്ങിയ നാസർ, ബെസ്റ്റ് ഫോർവേഡ്. ടീമിലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ട്രോഫി വന്ന് സ്വീകരിക്കേണ്ടതാണ്. തിരിച്ചു Promising player in the tournament, Faiz Orbit Panjavadi, Malappuram. Promising player in the tournament, Faiz Orbit Panjavadi, കേശവാടും ട്രോഫിയും സ്വീകരിക്കുന്നതിന് വേണ്ടി ഓർബിറ്റ് പഞ്ചവടിക്ക് വേണ്ടി കളത്തിലിറങ്ങിയ ഫായിസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ ട്രോഫിയും ക്യാഷ് അവാർഡും സ്പോൺസർ ചെയ്തത് ജിജു കോട്ടോളി, ഇരിഞ്ഞാലക്കുട. തിരിച്ചു കൊടുക്കുന്നത് അതന്നെ അങ്ങനെ തന്നിട്ടാ. അങ്ങനെ കൊടുക്കും. ഇന്നത്തെ റണ്ണേഴ്സ് അപ്പുകളായ ഓർബിറ്റ് പഞ്ചവടി ടീമിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഗോൾ കീപ്പർ ജിത്തു. ഓർബിറ്റ് പഞ്ചവടി ടീമംഗങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഓർബിറ്റ് ടീമിന്റെ അംഗങ്ങൾ ഗോൾ കീപ്പർ ജിത്തു. ഒരുമിച്ച് കൊടുത്തോ
അവർ പോയി പെരുന്നാളല്ല അവർ പോയി. ഓർബിറ്റ് പഞ്ചവടി ഇന്നത്തെ റണ്ണേഴ്സ് അപ്പായ ഓർബിറ്റ് പഞ്ചവടി മലപ്പുറം ടീമിന് ട്രോഫി സ്വീകരിക്കുന്നു. ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഷാജു പാറേക്കാടൻ. വിന്നേഴ്സ് ട്രോഫി മെഡൽ സ്വീകരിക്കുന്നതിനായിട്ട് സുകന്യ ട്രാവൽസ് ബേസിക് പെരുമ്പാവൂരിന്റെ ടീം അംഗങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഗോൾ കീപ്പർ നൗഫൽ, സ്റ്റോപ്പർ ബാക്ക് ബാപ്പു, റൈറ്റ് വിംഗ് ബാക്ക് ശരത്, ലെഫ്റ്റ് വിംഗ് ബാക്ക് അജിൽ, സെന്റർ ഫോർവേഡ് ഇസ്മായിൽ, റൈറ്റ് വിംഗ് ഫോർവേഡ് റഹീം ജൂനിയർ, ലെഫ്റ്റ് വിംഗ് ഫോർവേഡ് താലിബ, and substitute Vishad, Rafi and Donat. വിന്നേഴ്സ് ട്രോഫി സ്വീകരിക്കുന്നതിനായിട്ട് ടീം ക്യാപ്റ്റനെയും മാനേജറെയും ക്ഷണിക്കുന്നു. പിതാവ് ട്രോഫി ടീം അംഗങ്ങൾക്ക് സമ്മാനിക്കുകയാണ്. ഈ ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഡേവിസ് ആന്റണി, അക്കരക്കാരൻ, അവന്തി ഗ്രൂപ്പ് ഓഫ് പൂനെ, കോലാപൂർ. ജെയിംസ് പഴയാറ്റിൽ മെമ്മോറിയൽ രണ്ടാമത് അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനലിൽ വിജയികളായ സുകന്യ ട്രാവൽസ് ബേസിക് പെരുമ്പാവൂരിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഈ മനോഹരമായ ടൂർണമെന്റ് വളരെ വൻ വിജയമാക്കിയ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഉദ്ഘാടനത്തിനും സമാപന സമ്മേളനത്തിനും അതുപോലെ തന്നെ സമ്മാനദാനത്തിനെത്തിയ ഇരിഞ്ഞാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണുകാടിന് നന്ദി പറയുകയാണ്. ഞങ്ങളുടെ അമരക്കാരനായ ഇരിഞ്ഞാലക്കുട ഇടവകയുടെ വികാരി ഫാദർ ലാസർ കുറ്റിക്കാടൻ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. പ്രോഗ്രാം തുടങ്ങണേണ്ട തലേദിവസം മഴ പെയ്തപ്പോൾ അച്ഛന് ഭയങ്കര ആശങ്കയുണ്ടായിരുന്നു. എല്ലാ ദിവസവും അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ട് മഴയെ തടസ്സപ്പെടുത്തി നിർത്തിക്കൊണ്ട് വളരെ മനോഹരമായിട്ട് നല്ലൊരു കാലാവസ്ഥയ്ക്ക് വേണ്ടി അച്ഛൻ എല്ലാ ദിവസവും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അച്ഛന് ഏറ്റവും ഹൃദ്യമായി AKCCയുടെ പേരുള്ള നന്ദി പറയുന്നു. AKCC പ്രസിഡന്റായ രഞ്ജി അക്കരക്കാരനും വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് ആള് നയിക്കുകയായിരുന്നു. ആൾക്ക് നന്ദി പറയുന്നു. ഈ ഫുട്ബോൾ കമ്മിറ്റിയുടെ ചെയർമാനായ PT ജോർജ് ഏട്ടൻ വളരെ മനോഹരമായിട്ട് എല്ലാ കാര്യങ്ങളും ഇടപെട്ടുകൊണ്ട് ഞങ്ങളോട് കൂടിയുണ്ടായിരുന്നു. PT ജോർജ് ഏട്ടനും നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ജനറൽ കൺവീനറായ ഷാജു കണ്ടംകുളത്തി ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത നാൾ മുതൽ വളരെ മനോഹരമായിട്ട് വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഷാജു കണ്ടംകുളത്തിക്ക് AKCCയുടെ പേരുള്ള എല്ലാ വിധത്തിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ജോയിന്റ് കൺവീനർ ആയിട്ടുള്ള ഷാജു പാറേക്കാടൻ, വർഗീസ് ജോൺ, ഇവർ വളരെ കാര്യമായിട്ട് ഷാജുവിനെ സഹായിച്ചിട്ടുണ്ട്. അവർക്ക് കൃത്യമായിരുന്നു. എല്ലാ AKCC ഭാരവാഹികൾക്കും അധിക കാര്യങ്ങൾ സഹായിച്ച സാബു കൂനൻ, വിൻസെന്റ് കോമ്പാറക്കാരൻ, അവർക്കും കൃത്യമായിട്ട് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഗ്രൗണ്ടിൽ സപ്പോർട്ട് ചെയ്ത റാഫി കാട്ടുകാരൻ, വിൻസെന്റ് KV, വിൻസെന്റ് കെൽപ്പായി, ജോണി ചെറിയാൻ, മാത്യു ജോർജ്, അവർക്ക് നന്ദി പറയുന്നു. മെഡിക്കൽ സപ്പോർട്ട് ചെയ്ത ജോഷി അടുത്തിരുത്തിക്കാരൻ, റൈസൻ കോലങ്കണ്ണി, അവർക്ക് നന്ദി പറയുന്നു. അതുപോലെ തന്നെ PR ആയിട്ട് നിന്നിരുന്ന സെബിയ കരകാരൻ, അതുപോലെ തന്നെ നമുക്ക് വെളിച്ചവും സൗണ്ടും നൽകിയ സജു ചേട്ടന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി എല്ലാ AKCC മെമ്പേഴ്സിനും, പ്രത്യേകിച്ച് ഞങ്ങളുടെ AKCC എല്ലാ വനിതാ മെമ്പേഴ്സിനും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. അതുപോലെ തന്നെ കാണികളായി എത്തിയ എല്ലാവർക്കും നന്ദി പറയുന്നു. ഞങ്ങളെ സഹായിച്ച മുനിസിപ്പൽ ജോലിക്കാർക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു.
എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ സാമ്പത്തികമായി സഹായിച്ച സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.